നമസ്കാരം. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയത് എങ്ങനെയെന്ന് ചോദിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ വിഷയത്തിൽ കോൺഗ്രസ് എം പി അടൂർ പ്രകാശിന്റെ പേര് എങ്ങനെ കടന്നു വന്നുവെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. തിരുവനന്തപുരത്തെ വാർത്താ സമ്മേളനത്തിലായിരുന്നു അടൂർ പ്രകാശ് എം പിക്കെതിരെ ചോദ്യശരങ്ങളുമായി മുഖ്യമന്ത്രി രംഗത്തെത്തിയത്. ഒരു വലിയ തട്ടിപ്പുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ എത്താൻ കഴിഞ്ഞത് എങ്ങനെയെന്നും തനിക്കൊന്നും പറയാനില്ലാത്തപ്പോൾ കൊഞ്ഞനം കുത്തുകയാണോ വേണ്ടതെന്ന് മുഖ്യമന്ത്രി ആരാഞ്ഞു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തനിക്ക് പങ്കില്ലെന്ന് അടൂർ പ്രകാശ് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പോറ്റി വിളിച്ചാൽ പോകേണ്ട ആളാണോ അടൂർ പ്രകാശ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന വാർത്ത മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയിൽ നിന്നാണ് വന്നതെന്ന അടൂർ പ്രകാശിന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളി. ചില കാര്യങ്ങൾ വരുമ്പോൾ അതിന് കൃത്യമായ മറുപടി പറയാൻ പറ്റാതെ വരുമ്പോൾ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പേര് പറയുകയാണ്. അടൂർ പ്രകാശിന്റെ പേര് ഉയർന്നു വന്നത് സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമായിട്ടുള്ള ചിത്രം പുറത്തു വന്നപ്പോഴാണ്. എങ്ങനെയാണ് മഹാ തട്ടിപ്പുകാരായ രണ്ടുപേരും അവിടെ എത്തിയത്? ഇവർക്ക് സോണിയാഗാന്ധിയെ കാണാൻ അവസരം കിട്ടാൻ പങ്കുവഹിച്ചത് ആരാണെന്ന് മറുപടി പറയാൻ കഴിയുന്നില്ല. ഉത്തരം കിട്ടാത്തപ്പോൾ കൊഞ്ഞനം കുത്തുന്ന നിലയാണുള്ളതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. ആദ്യം പോറ്റിയെ കയറ്റിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു. പോറ്റി ഒറ്റയ്ക്കല്ല അവിടെ പോയത്. അന്വേഷണത്തിൽ കണ്ടെത്തിയ സ്വർണം വാങ്ങി എന്ന് പറയുന്ന പ്രതിയും കൂട്ടിയാണ് പോയത്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് വ്യക്തത വരുത്താൻ വേണ്ടിയായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. ആരെ ചോദ്യം ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് അന്വേഷണ സംഘമാണെന്നും കടകംപള്ളിയെ ചോദ്യം ചെയ്തത് അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. SIT ആരെ ചോദ്യം ചെയ്യുന്നു എന്നത് മുൻകൂട്ടി അറിയിക്കാറില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് പരിഭവപ്പെടുന്നത് എന്തിനാണെന്നും ചോദിച്ചു. ശബരിമല സ്വർണ്ണക്കടത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നത് അത് ശീലമാക്കിയവരാണെന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അന്വേഷണത്തിൽ ഇതുവരെ പരാതികളൊന്നും ഇല്ലെന്നും SIT നല്ല നിലയിൽ ചുമതല നിർവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസോ താനോ അന്വേഷണത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ഹൈക്കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത് തങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്മകുമാറിനെതിരെ നടപടി വൈകുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ താൻ മറുപടി പറയേണ്ട വിഷയമല്ല അതെന്നായിരുന്നു പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് MP അടൂർ പ്രകാശ് ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തള്ളിയായിരുന്നു നേരത്തെ രംഗത്ത് വന്നത്. അടൂർ പ്രകാശിന്റെ വാദമാണ് ഓഫീസ് നിഷേധിച്ചത്. കേസിന്റെ അന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിനോ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കോ ഇതിൽ പങ്കില്ലെന്നും അവർ വ്യക്തമാക്കിയിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് SIT തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ടെന്നും ഇതിനു പിന്നിൽ P ശശിയുടെ ഇടപെടലാണെന്നുമായിരുന്നു അടൂർ പ്രകാശ് ആരോപിച്ചിരുന്നത്. ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ താൻ ഹാജരാകുമെന്നും ഭയമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ ആരോപണങ്ങൾ പൂർണ്ണമായും വാസ്തവവിരുദ്ധമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചത്. അതേസമയം ഇതുവരെ SIT തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ലെന്ന് അടൂർ പ്രകാശ് ആവർത്തിച്ച് വീണ്ടും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അന്വേഷണ സംഘം വിളിപ്പിക്കുമ്പോൾ തീർച്ചയായും മാധ്യമങ്ങളെ അറിയിക്കുമെന്നും താൻ ഒളിച്ചോടില്ലെന്നും അടൂർ പ്രകാശ് കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ അന്വേഷണം തുടരുന്നതിനിടയിലാണ് ഈ രാഷ്ട്രീയ ആരോപണങ്ങളും നിഷേധങ്ങളും ഉയർന്നു വരുന്നത്.